എല്ലാവരും ചോദിച്ചൊരു സംഭവമാണ് എല്ലാവരിലും എക്സ്ചേഞ്ചിൻ്റെ അതായത് മോറിസ് കോയിൻ്റെ ആ എക്സ്ചേഞ്ചിൻ്റെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അത് ഞാനൊരു സിമ്പിളായിട്ട് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ആപ്പ് വഴിയാണെങ്കിൽ ആപ്പ് വഴി ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഗൂഗിൾ ക്രോം വഴിയും ചെയ്യാം. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ആപ്ലിക്കേഷൻ വഴിയാണ്. കുറച്ച് സ്ലോ ആണ്, അതുകൊണ്ടാണ് ഇച്ചിരി താമസം വരുന്നത്. ഓക്കെ, ഇങ്ങനെ വന്നിരിക്കുന്നു. അതിനകത്ത് ഒരു ഇൻ്റർഫേസ് ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ തൊട്ട് താഴെ കിടന്ന രജിസ്റ്റർ അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് നെയിം കൊടുക്കുക. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു ഫേക്ക് നെയിം കാര്യങ്ങൾ കൊടുക്കുകയാണ്. അതിപ്പോൾ ഓൾറെഡി ഞാൻ അതിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതുകൊണ്ട് ജസ്റ്റ് എല്ലാ ഒരു ഫേക്ക് നമ്പറും ഫേക്ക് നെയിം കൊടുക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഒറിജിനൽ ഫേക്ക് ഐ ഡി ഒറിജിനൽ ഇമെയിൽ കൊടുക്കാതെ ഫേക്ക് ഇമെയിൽ ഐ ഡി കൊടുത്ത് പേരും കൊടുത്ത് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട നെയിം കൊടുക്കുക. നിങ്ങൾ മോറിസ് കോയിനിൽ കൊടുത്തിട്ടുള്ള കറക്റ്റ് നെയിമും കറക്റ്റ് മെയിൽ ഐ ഡിയും. അപ്പോൾ നിങ്ങൾ അന്ന് എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ മെയിൽ ഐ ഡി മാറാൻ പാടില്ല, കറക്റ്റായിട്ട് വേണമെന്നുള്ള അന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ. അതേപോലെ കറക്റ്റ് മെയിൽ ഐ ഡിയും കറക്റ്റ് അഡ്രസ് പ്രൂഫിൽ കൊടുത്ത അഡ്രസ്സും, പിന്നെ നിങ്ങൾ കോഡ് ഏതാണോ അത് കൊടുക്കുക. നിങ്ങളെ സിറ്റി കൊടുക്കുക, നിങ്ങളെ സ്റ്റേറ്റ് കൊടുക്കുക, പിന്നെ കൺട്രി, കൊടുക്കുക. പിന്നെ നിങ്ങളെ ഫോൺ നമ്പർ കൊടുക്കുക. പിന്നെ നിങ്ങൾ പാസ്വേഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. ആദ്യമേ 2 ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണം. ക്യാപിറ്റൽ ലെറ്റർ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യമേ ഒരു ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ, സെക്കൻഡ് ലെറ്റർ സ്മാൾ ലെറ്റർ, പിന്നെ ഒരു നമ്പർ, അതേ കൂടാതെ ഒരു അറ്റോ അല്ലെങ്കിൽ അതേപോലെ എന്തെങ്കിലും പാൻറ്റ് അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കൊടുക്കേണ്ടത് ഒരു അക്കം, അതായത് 1 2 3 4 അങ്ങനെ എന്തെങ്കിലും. അത് നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ സിമ്പിൾസ് കൊടുക്കുമ്പോഴായാലും നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള സംഭവം കൊടുക്കാവുള്ളൂ. മറ്റുള്ള ഹാക്ക് ചെയ്യാതെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സംഭവം നിങ്ങൾ കൊടുക്കാൻ പാടില്ല. അപ്പം ജസ്റ്റ് ഞാൻ ചുമ്മാ നമ്പർ അടിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ അടിച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഇതേപോലെയാണ്. ഇപ്പം ഈ പാസ്വേഡ് അല്ല, ഇതേപോലെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പം തൊട്ട് താഴെ റീ പാസ്വേഡ് കൊടുക്കുക. ഓക്കെ, അപ്പം ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്ന പാസ്വേഡ് കറക്റ്റായിട്ടാണ് താഴെ നമുക്ക് പാസ്വേഡ് കറക്റ്റാണെന്ന് കാണിച്ചിരിക്കുന്നത്. സെക്കൻഡ് റീ പാസ്വേഡ് കൊടുക്കുമ്പോൾ കറക്റ്റാണെങ്കിൽ പാസ്വേഡ് മാച്ച് ചെയ്ത് കാണിക്കും. പിന്നെ നിങ്ങൾ ഈ റെഫറൽ നിങ്ങൾ കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ അത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, സബ്മിറ്റ് ചെയ്യുന്നുണ്ട് തന്നെ. നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ അതിനകത്തൊരു OTP പാസ്വേഡ് കാണിക്കും. അതായത് പാസ്വേഡ് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഏത് മെയിൽ ഐ ഡി ആണോ, അതായത് മോറിസ് കോയിനിൽ കൊടുത്തിരിക്കുന്ന ഏത് മെയിൽ ഐ ഡി ആണോ ആ മെയിൽ ഐ ഡിയിലോട്ട് ഒരു പാസ്വേഡ് വരും. അപ്പം നിങ്ങൾ ആ പാസ്വേഡാണ് നിങ്ങളെന്താണ് ഇതിൽ എൻ്റർ ചെയ്യേണ്ടത്. നിങ്ങളെല്ലാവരും പറയുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് OTPയും മറ്റും വരുന്നില്ല എന്നുള്ളൊരു പരാതി നിങ്ങൾ കൂടുതലായിട്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, OTP വരുന്നില്ലെന്നുള്ള പരാതി നിങ്ങൾ തികച്ചും തെറ്റാണ്. OTP എത്രയും പെട്ടെന്ന് വരാൻ മാത്രമാണ് അവർ മെയിലിലേക്ക് ഈ OTP ആക്കിയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്താണ് അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ നിങ്ങൾ OTP ഒരിക്കലും ഇൻബോക്സിൽ നോക്കും കിട്ടുന്നില്ല, അതിനൊക്കെ നിങ്ങൾ അൺറീഡ് മെസ്സേജ് നോക്കും കിട്ടുന്നില്ല. പക്ഷേ സത്യം പറഞ്ഞാൽ അതിലൊന്നും അല്ല വന്ന് കിടക്കുന്നത്. നിങ്ങൾക്ക് മെസ്സേജ് ഇപ്പം OTP വന്ന് കിടക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി മെയിൽ നോക്കുമ്പോഴത്തേക്കിന് നമുക്ക് ഇൻബോക്സിലോ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. അതിനൊക്കെ നമുക്ക് ഇതിനകത്ത് നോക്കിയാൽ ഔട്ട് ബോക്സ് മെയിൽ എല്ലാം നോക്കിയിട്ടില്ല. ഇപ്പോൾ സ്പാം എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുമ്പോൾ അതിനകത്താണ് കണ്ടോ OTP വന്ന് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്ന സംഭവമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ സെക്കൻഡുകളിൽ നിങ്ങൾക്ക് OTP വരുന്നതാണ്. ആ OTP നിങ്ങൾക്ക് ഇതിലാണ് വന്ന് വരുന്നത്. ആ OTP എടുത്ത് നിങ്ങളത് എൻറ്റർ ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. ഇതിന് ശേഷം നിങ്ങൾ
ഇതിൽ നിങ്ങൾക്ക് ആ കൊടുത്ത മെയിൽ ഐ ഡിയും ആ പാസ്വേഡ് എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്യാൻ കഴിയുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു ഇൻ്റർഫേസ് വരുന്നുണ്ട്. അതായത് നിങ്ങൾ ഫോട്ടോസ്, അതായത് നിങ്ങൾ ഐ ഡി പ്രൂഫ് മീൻസ് അവർ ചോദിക്കുന്ന ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് 3 months ചോദിക്കുന്നത്. പക്ഷേ അതിലും കുഴപ്പമില്ല. നിങ്ങൾ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഫസ്റ്റ് പേജ് ഉണ്ടല്ലോ, അത് ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. സെക്കൻഡായിട്ട് നിങ്ങൾക്ക് ഐ ഡി പ്രൂഫിൻ്റെ ഫ്രണ്ടും ബാക്കും, അങ്ങനെ ഇത് ഇത്രയും കൊടുത്തതിന് ശേഷം ലൈവ് ഫോട്ടോ എടുത്താലും മതി, കുഴപ്പമില്ല. കൊടുത്തതിന് ശേഷം നിങ്ങൾ ഇതിനകത്ത് സേവ് ചേഞ്ചസ് കൊടുക്കുക. ഓക്കെ, കൊടുത്തതിന് ശേഷം ഓൾറെഡി സബ്മിറ്റ് ആവും. സബ്മിറ്റ് ആയ ശേഷം ഇപ്പം ഞാനത് കൊടുത്തിട്ടുണ്ട്, അതാണ് അപ്ലോഡ് കാണിക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇങ്ങനത്തെ ഇൻ്റർഫേസ് വരും. നമ്മൾ ഹിസ്റ്ററി സേവ് ആയതിനു ശേഷം മാത്രമേ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വരാറുള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ ഓൾറെഡി സേവ് ആയതുകൊണ്ടാണ്. സേവ് ആയ നമുക്ക് ഡിപ്പോസിറ്റ് ഫണ്ട്, വിഡ്രോ എല്ലാം ഹിസ്റ്ററി റിപ്പോർട്ട് എല്ലാം വരുന്നതാണ്. ബാങ്ക് ഡീറ്റെയിൽസ് ഓൾറെഡി ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് സംഭവം. ബാക്കി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യങ്ങളുള്ളൂ. ചെയ്യുന്നൊരു ബുദ്ധിമുട്ട് മാറ്റാൻ വേണ്ടിയാണ് ഞാൻ കൂടുതലായിട്ട് വിശദീകരിച്ച് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഫസ്റ്റ് നിങ്ങൾ അതിനകത്ത് രജിസ്ട്രേഷൻ കൊടുക്കുക. കൊടുത്തതിന് ശേഷം അത് കംപ്ലീറ്റ് നിങ്ങൾ കറക്റ്റായിട്ടുള്ള കൊടുക്കുക. കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതിനകത്ത് OTP വരാത്ത ഇഷ്യൂ ഞാൻ പറഞ്ഞു. OTP വരാത്ത സംഭവം, നിങ്ങൾ OTP വരുന്നുണ്ട്, നിങ്ങൾ സ്പാം എന്ന് പറഞ്ഞാൽ അതിനകത്ത് കയറി നോക്കുക. അതിനകത്താണ് OTP വരുന്നത്. OTP എൻ്റർ ചെയ്ത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന പാസ്വേഡും ഇതും നിങ്ങൾ കറക്റ്റ് ഇതിൽ എൻ്റർ ചെയ്യുക. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് സംഭവം. മനസ്സിലാക്കാണല്ലോ ഞങ്ങൾക്ക്. ഓക്കെ, താങ്ക് യു.